എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെന്ത് അധികം കൂടാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. കാരണം പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് വീഡിയോയ്ക്ക് ലെന്ത് കൂടിപ്പോകുന്നു എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ മാക്സിമം കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഖാദർ കരിപ്പൊടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു പറയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സത്യങ്ങൾ, ഇതുപോലെ ചില സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നതിൻ്റെ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടേക്കാം. അതല്ല എങ്കിൽ എനിക്ക് നേരെ ഒരുപാട് കേസുകൾ വന്നേക്കാം. അതല്ല എങ്കിൽ എന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം. എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു സമരത്തിലാണ്. നമ്മുടെ പിഞ്ചോമനകളായിട്ടുള്ള ചെറിയ കുട്ടികളെ പണമില്ലാത്തതിൻ്റെ പേരിൽ, ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട നരാധവന്മാർ കാരണം, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരന്മാരെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട കാപാലികന്മാർ കാരണം. ആരാണ് അവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗ്ലൂർ ലോബി, മംഗലാപുരം ലോബി എന്ന് ചുരുക്കം. ആരാണ് ഈ മാംഗ്ലൂർ ലോബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്തിനാണ് നിങ്ങളെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള എൻ്റെ സമരം നീക്കമാണ്. കാരണം ആ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം 13 വർഷക്കാലമായിട്ട്, എൻ്റെ വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം, 13 വർഷക്കാലമായിട്ട് 50 കോടി രൂപയോളം നിലവിൽ ചെലവഴിച്ചിട്ടുള്ള ഈ കാണുന്ന ആശുപത്രി സംവിധാനം ഒരിഞ്ച് പോലും പണി നടക്കാതെ പ്രേതാലയമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആർക്കാണ് ലാഭം? ഒറ്റ ആൻസറേ ഉള്ളൂ. മാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആശുപത്രി മേഖലകളിലൊക്കെ കോടിക്കണക്കിന് രൂപ, 500ഉം 1000 കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് കേസുകളൊക്കെ മംഗലാപുരത്ത് പോകുന്നത് ഒഴിവാക്കും. ആരുടെ ഒഴിവാക്കും? പൈസക്കാർ പോയിക്കോട്ടെ, പണമുള്ളവൻ പോയിക്കോട്ടെ. ഇല്ലാത്തവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സ്വകാര്യ ആശുപത്രികൾക്കെതിരൊന്നും അല്ല ഞാൻ. പണമുള്ളവൻ അവൻ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിച്ചോട്ടെ, അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മെച്ചമുണ്ടാകും. പക്ഷെ അതല്ല, ഇല്ലാത്തവനെ പിഴിഞ്ഞെടുക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ, ബോഡി പോലും വിട്ടുകൊടുക്കാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവനെ നരകത്തിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ നീക്കമുണ്ടല്ലോ, നാറിയ നീക്കം.
ആ നീക്കത്തെ തടയാൻ ഈ ആശുപത്രി വന്നു കഴിഞ്ഞാൽ സാധിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ വേദന സഹിച്ച് മാതാപിതാക്കളുടെ കണ്ണു നോക്കിയിട്ട് ഈ ഭൂമി വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്റെ സമരമാണ്. മാംഗ്ലൂർ ലോബി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കന്നഡക്കാരാണ് എന്ന്. അല്ല, മലയാളികളായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ്. വരുന്ന തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികളോട് പറയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോയെങ്കിലും നിങ്ങൾ ചെയ്യുമോ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. മാറ്റമുണ്ടാകും. ശരിക്കും നമുക്കിടയിൽ ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട്. അത് ഓൺലൈനായിട്ടായാലും അല്ലാതെ ആയിട്ടായാലും ഒത്തിരി ന്യൂസ് ചാനലുകളുണ്ട്. പക്ഷെ അതിലൊക്കെ ഇതുപോലെയുള്ള വാർത്തകളൊന്നും വലുതായിട്ട് വന്ന് നമ്മൾ കാണാറില്ല. അപ്പോൾ കൂടുതലും എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും കട്ടോ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ ആരെങ്കിലും തല്ലിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ അത് വളരെ കൃത്യതയോടുകൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ ഇപ്പോൾ ഈ കരിപ്പൊടി പറഞ്ഞതുപോലുള്ള സംഭവങ്ങൾ അധികം ഒരു ചാനലിലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹം കാണിച്ച ആ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവൂ. ശരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയണമെങ്കിൽ ശരിക്കും അതിൻ്റേതായിട്ടുള്ള ചങ്കൂറ്റം തന്നെ ഉണ്ടാവണം. നമ്മളെപ്പോഴും കാണുന്നതാണ്, റിയാക്ഷൻ വീഡിയോകൾ കാണാറുണ്ട്, ന്യൂസ് ചാനലുകളുടെ ന്യൂസുകൾ കാണാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതുപോലെയുള്ള ധൈര്യത്തോടു കൂടി ഇങ്ങനെ വിളിച്ച് പറയാനുള്ള ആർജവം എല്ലാവരും കാണിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത്. എൻ്റെ വീഡിയോകളൊക്കെ ഒരുപാട് പേര് കാണുമ്പോൾ പോലും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും എൻ്റെ വീഡിയോകൾ കാണുന്നത്. അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഒട്ടും പൈസ ചിലവുള്ള ഒരു കാര്യമല്ല, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ആയിക്കോളും. ഓളിലൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.